അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉള്ളിൽ വെറുപ്പ് വരുന്നതോടുകൂടി അന്ന് വരെയും അവരുടെ ജീവിതത്തിലില്ലാത്ത പുതിയ തിന്മകൾ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ചില ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ പിണങ്ങി വഴക്കിട്ടും ഇങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അതുണ്ടാകുന്നൊരു ലാഭം, ചില തിന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരാഗ്രഹിക്കുന്ന തിന്മയൊന്നും അല്ല, പക്ഷേ പൈശാചിക പീഡ അവരെ മേൽ കയറി പിടിക്കും. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം, അയാൾക്ക് വടക്കേ ഇന്ത്യയിൽ അയാൾ വലിയൊരു കോൺട്രാക്ടറാണ്, സാമ്പത്തികമായിട്ട് ഒത്തിരി കഴിവുള്ള കുടുംബമാണ്. 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അയാളുടെ മകള് MSc പാസ്സായി. അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ മകൾക്ക് കല്യാണാലോചന ആരംഭിച്ചു. പക്ഷെ മകള് പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അത് വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അല്പം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവളേതോ പ്രേമബന്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ അവരന്വേഷിച്ചപ്പോഴോ അവൾ പ്രേമിച്ചത് ആ ടൗണിൽ കാസറ്റ് വിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ഹല്ലേലൂയ. അവനാണെങ്കിൽ 9ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ സമുദായത്തിൽപ്പെട്ട വ്യക്തിയുമല്ല. ഇവർക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഇവൾ എന്ത് ചെയ്താൽ പിന്മാറുകയില്ല. അങ്ങനെ ഈ മാതാക്കന്മാർ ഇവളെയും കൊണ്ട് പല വൈദികരെടുത്തും ഒക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഒരു ദിവസം ഇവർ പോട്ടയിൽ വന്നു. അപ്പം ഞാനിവരെ കാണാനിടയായി. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, എത്ര നാളായി ഈ പ്രേമബന്ധം തുടങ്ങിയിട്ട്? അവൾ പറഞ്ഞൊരു 3.5 വർഷമായി. ഞാൻ മാതാക്കന്മാരെ വിളിച്ച് മാറ്റി നിർത്തിയ ശേഷം ചോദിച്ചു, ഒരു 3-4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആരുമായിട്ടെങ്കിലും വെറുപ്പിലെ പടക്കത്തിലാണോ കഴിയുന്നത്? അപ്പോഴേക്ക് അപ്പം പറഞ്ഞു, അച്ഛാ, ഭാഗോടമ്പടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വഴക്കിലാണ്. അപ്പോൾ ഞാൻ ആ സഹോദരോട് പറഞ്ഞു, മകളെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുപ്പും പിണക്കും അവസാനിപ്പിക്കുക. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭൂമിയല്ല വലുത്, എൻ്റെ മകളാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പോയ ശേഷം പുള്ളിക്കാരന് കിട്ടിയ വീതത്തിൽ നിന്ന് കുറേ ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് എതിർത്ത് നിരുന്ന സഹോദരങ്ങൾക്ക് പങ്കുവെച്ച് പുള്ളി എല്ലാവരുമായിട്ട് ബന്ധം ശരിയാക്കി. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ കേസ് മുഴുവൻ അവസാനിച്ചു. എന്നിട്ട് ഒരു ദിവസം ഇവരെല്ലാവരും കൂടി പുള്ളിയുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ ഒരുമിച്ച് കൂടി. അങ്ങനെ അത്താഴം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി കൊന്തയുടെ ഒരു രഹസ്യവും ചൊല്ലി വളരെ സ്നേഹത്തോടെ പിരിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഈ മകൾ ചെന്ന് അപ്പൻ്റെ കാലിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ, ഞാൻ ആ ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന്. വെറുപ്പും പിണക്കവും നമ്മൾ വിചാരിക്കും എനിക്ക് വെറുക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ഇത്രയും നേരം കേട്ടതെന്താ? വെറുപ്പും പിണക്കവും നമ്മളെയാണ് നശിപ്പിക്കുന്നത്. നിന്നെ നശിപ്പിക്കാതെ ഒരിക്കലും നീ നശിക്കുകയില്ല. അപ്പോൾ സ്വയം നശിപ്പിക്കുന്ന പരിപാടിയാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനകത്ത് വളരെ പെട്ടെന്ന് ദൈവം സ്നേഹമാണെങ്കിൽ വെറുപ്പ് ചെലുത്താനാണ്. അപ്പോൾ സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക. ഏത് രീതിയായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നാശം ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഇത്രമാത്രം നമ്മളെ നശിപ്പിക്കുന്ന ഒരു ചിന്ത വേറെ ഇല്ല. നിന്റെ ചിന്തയെ നീ പരിശോധിക്കുന്നില്ലെങ്കിൽ
നമ്മുടെ ജീവിതം മുഴുവനും തരിപ്പണമായി തീരും. ചില കുടുംബങ്ങളിൽ ചില കുട്ടികൾ പ്രേമബന്ധത്തിലൊക്കെ പെട്ട് നശിക്കുന്നത് കാണാൻ സാധിക്കും. എടുത്തു നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുക, വീട്ടിൽ ഭാര്യയും അപ്പനും അമ്മയും തമ്മിൽ വഴക്ക്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ചേ. ഒരിക്കൽ ഒരു സഹോദരൻ, പുള്ളി മാതാക്കന്മാരുടെ ഏക മകനാണ്. അപ്പന് ഇഷ്ടം പോലെ ഭൂസ്വത്തുണ്ട്. അങ്ങനെ അപ്പൻ മരിച്ചു. ഇവൻ അവിടുത്തെ ആ ഇടവകയിലെ ഏറ്റവും വലിയ ഭൂമി ഉടമയായി തീർന്നു. അത് അവൻ്റെ ഉള്ളിൽ കുറച്ച് അഹങ്കാരമൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഇടവകയിലുള്ള ഒരു കുടുംബമായി വഴക്കിലായി, ഒരാളുമായി വഴക്കിലായി. അയാൾ ആ ഇടവകയിലെ ഒരു ബിസിനസ്സുകാരനാണ്. അങ്ങനെ അയാളുമായി വഴക്കിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ തലയ്ക്കകത്ത്, എനിക്കിത്ര ഭൂമിയൊക്കെ ഉള്ളതല്ലേ, എന്തുകൊണ്ട് ഇവനേക്കാൾ മെച്ചപ്പെട്ട ഒരു ബിസിനസ്സുകാരന് എനിക്കായിക്കൂടാ? ഈ ചിന്ത പുള്ളിയുടെ തലയ്ക്കകത്ത് കയറി. പുള്ളി കുറച്ച് സ്ഥലമൊക്കെ വിറ്റു, കുറേ സ്ഥലം കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ച് ലോണെടുത്ത് പുള്ളി വലിയൊരു ബിസിനസ് അങ്ങ് തുടങ്ങി. അതൊരിക്കലും ഒരു നഷ്ടം വരുന്ന ഒരു ബിസിനസ്സല്ല. പക്ഷേ എന്തോ വേറെ പല കാരണങ്ങളും ഒരുമിച്ച് കൂടി കുറേ നാളത്തേക്ക് ആ ബിസിനസ് തുടങ്ങിയ ശേഷം പൂട്ടിയിടേണ്ടി വന്നു. അപ്പോഴേക്കും ബാങ്കിലെ പലിശയൊക്കെ അങ്ങോട്ട് കൂടി, എന്ത് വേണ്ടേ, വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായി. അങ്ങനെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ ധ്യാനിക്കാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ ഇടയില്ലാത്തതാണ്. പിന്നെ എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഏതായാലും ഇവിടെ ധ്യാനം കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഇയാൾ ഈ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം, ആ തീരുമാനം ഇയാൾ എടുക്കുമ്പോൾ ഇയാളുടെ ഉള്ളിൽ സ്നേഹമല്ല ഉണ്ടായിരുന്നത്, ആരോടോ വെറുപ്പാണ് ഇരിക്കുന്നത്. നീ വെറുപ്പിലും വൈരാഗ്യത്തിലും ഇരിക്കുമ്പോൾ നീ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്ന തീരുമാനമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുപ്പും പിണക്കവുമാണ് ഇരിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. പിന്നെ നമ്മളെ നയിക്കുന്നത് വേറെ ശക്തിയായിരിക്കും, പൈശാചിക പീഡയായിരിക്കും. ഹല്ലേലൂയ. വെറുപ്പും പിണക്കവും ഉപേക്ഷിക്കുക എന്നത് നിന്റെ ആവശ്യമാണ്. നീ അത് ആർക്കോ ചെയ്തു കൊടുക്കുന്ന ഔദാര്യമല്ല. കാരണം നിന്റെ ഉള്ളിൽ വെറുപ്പിരിക്കുന്നിടത്തോളം കാലം നീ ശാരീരികമായി നശിക്കുന്നു, മാനസികമായി നീ രോഗിയായിത്തീരുന്നു, ആത്മീയമായി നീ തകരുന്നു. ടോട്ടൽ നാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് വെറുപ്പിൻ്റെയും പിണക്കത്തിൻ്റെയും ചിന്ത കളയുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അത് ആർക്കോ ചെയ്തു കൊടുക്കുന്ന ഔദാര്യമൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഉള്ളിൽ കണക്കുന്ന ആ വെറുപ്പും പിണക്കവും കളയണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ആ വെറുപ്പും പിണക്കവും ഉപേക്ഷിക്കാൻ സാധിക്കുക? നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ സാധിക്കാത്തത്? പ്രിയപ്പെട്ടവരെയും, നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ട് ബാക്കി നിങ്ങൾ പറഞ്ഞേ വിഷം ഇറക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പ് കടിയും കഴിഞ്ഞ് പോയാലേ അത് വിഷം ഇറക്കാൻ വേണ്ടി വരുമോ? ആർക്കറിയാം? ഹല്ലേലൂയ, ഹല്ലേലൂയ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ നിനക്ക് അപമാനം വരുത്തിയത് അവരെ കൊണ്ട് അത് പരിഹരിപ്പിക്കുക. ആരാണോ നിനക്ക് നഷ്ടം വരുത്തിയത് അവരെ കൊണ്ടത് പരിഹരിപ്പിക്കുക. ആരാണോ നിന്നെ മുറിവേൽപ്പിച്ചത്
അവരെ കൊണ്ട് വേണം അത് പരിഹാരം ചെയ്യാൻ. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മാനുഷിക ബുദ്ധിയുടെ കാഴ്ചപ്പാടാണ്. ഇതാണ് നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നത്. എന്നെ ആരാണോ മുറിവേൽപ്പിച്ചത് അവരെ കൊണ്ട് വേണം ഈ മുറിവ് ഉണക്കാൻ. ആരാണോ എനിക്ക് നഷ്ടം വരുത്തിയത് അവരെ കൊണ്ട് തന്നെ ഇത് വീട്ടിക്കണം. ഇതാണ് നമ്മുടെ തലയിലെ ചിന്ത. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കുകയും ഒരിക്കലും അത് സംഭവിക്കാറുമില്ല. നിന്നെ മുറിവേൽപ്പിച്ച വ്യക്തിക്കും നിനക്ക് നഷ്ടം വരുത്തിയ വ്യക്തിക്കും അതൊക്കെ മാറ്റി തരാനായിട്ട് അവർക്ക് തോന്നുന്നില്ലെങ്കിലോ നീ ഇങ്ങനെ മുറിവേറ്റവനായി എന്നും ഇങ്ങനെ നടക്കും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. എന്താണെന്നറിയാവോ? ആര് നിനക്ക് നഷ്ടം വരുത്തിയാലും ആര് നിനക്ക് മുറിവ് ഉണ്ടാക്കിയാലും ആ മുറിവ് ഉണക്കി തരുന്നതും നഷ്ടം പരിഹരിച്ചു തരുന്നതും നമ്മുടെ കർത്താവായ ഈശോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിന്നെ സുഖപ്പെടുത്തും. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ബൈബിളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവ പദ്ധതിയാണ്. യേശു നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും. യേശു നിന്റെ മുറിവ് സുഖപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് മുറിവുണക്കുക എന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടം പരിഹരിച്ചു തരിക എന്നത്. ഒരിക്കൽ യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് സിനഗോഗിൽ പ്രവേശിച്ച് വേദഗ്രന്ഥമെടുത്ത് ഉറക്കെ വായിച്ചു. യെശയ്യായുടെ പുസ്തകം 61 യേശു വായിച്ചത്. അന്ന് യേശു ഇങ്ങനെ വായിച്ചു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്താൻ ഇതാ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മുറിവണക്കുക, നഷ്ടം പരിഹരിച്ചു തരിക, ഇതെല്ലാം പിതാവ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷയാണ്. അത് അവൻ്റെ മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നമ്മളിൽ പലരുടെയും മുറിവുണങ്ങാത്തത് കാരണം എന്താ? ആരാണ് മുറിവ് തന്നത് അവരെ കൊണ്ട് വേണം മുറിവുണക്കാനെന്ന് നമ്മൾ പറഞ്ഞ് കാത്തിരിക്കുക. അവരിട്ട് മുറിവ് ഉണക്കുന്നുമില്ല, നമ്മുടെ മുറിവിട്ട് ഉണങ്ങുന്നുമില്ല. എന്നാൽ ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സത്യം മനസ്സിലാക്കിയാൽ, എൻ്റെ മുറിവുണക്കി തരുന്നത് ഈശോയാണ്. ഈശോയ്ക്ക് മാത്രമേ ഈ മുറിവുണക്കാനും ഈ നഷ്ടം പരിഹരിച്ചു തരാനും സാധിക്കുകയുള്ളൂ. നമുക്ക് കാൽവരി കുരിശിലേക്ക് നോക്കാം. തലയിൽ മുൾമുടി, കൈകാലുകളിൽ ആണിപ്പഴുത്, ദേഹമാസകലം ചാട്ടവാറടിയേറ്റ് രക്തം മുഴുവൻ ഇങ്ങനെ വാർന്നൊഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യേശു മരിക്കാൻ പോവുകയാണ്. അവിടുന്ന് മരിച്ച് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് യേശുവിലേക്ക് നോക്കിക്കുകയും കുരിശിൽ എന്തൊക്കെ യേശുവിന് നഷ്ടപ്പെട്ടോ അത് മുഴുവനും യേശുവിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. മരണം ഉയർപ്പായി, അപമാനത്തിൻ്റെ കുരിശ് രക്ഷയുടെ ചിഹ്നമായി മാറി. ക്രിസ്തുവിൻ്റെ ശരീരത്തിലുണ്ടായ മുറിവുകളെല്ലാം അനേകരെ സുഖപ്പെടുത്തുന്ന ഔഷധമായി. അവൻ്റെ രക്തം പാപത്തെ കഴുകിക്കളയുന്ന രക്തമായി മാറി. ഉണ്ടോ? കുരിശിൽ നഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തുവിന് ഇതാ മടക്കി കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ചോദ്യം: കുരിശിൽ യേശുവിനെ നഷ്ടപ്പെടുത്തിയത് ആരാണ് യേശുവിനെ മടക്കി കൊടുത്തത്? യേശുവിന് നഷ്ടം വരുത്തിയവരാണോ മടക്കി കൊടുത്തത്? യേശുവിനെ മുറിവേൽപ്പിച്ചവരാണോ ആ മുറിവ് ഉണക്കി കൊടുത്തത്? അല്ല. യേശുവിന് ഈ നഷ്ടമെല്ലാം പരിഹരിച്ചു കൊടുത്തത് പിതാവാണ്. ഈ വലിയ സത്യമാണ് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. നിനക്ക് എന്തൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും പിതാവായ ദൈവം നിനക്ക് മടക്കി തരും. ഇനി വീണ്ടും പറയാണ്, നിനക്ക് നഷ്ടം വരുത്തിയവരല്ല നിനക്ക് നഷ്ടം പരിഹരിച്ചു തരുന്നത്.
പിതാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവമാണ് നിന്റെ മുറിവുണക്കുന്നത്, നിന്റെ നഷ്ടം പരിഹരിച്ചു തരുന്നത്. എന്തുകൊണ്ടാണ് അനേകം പേരുടെ മുറിവുകൾ ഉണങ്ങാതെ അങ്ങനെ ഇരിക്കുന്നത്? കാരണം നമ്മുടെ ബുദ്ധിയുടെ പ്രേരണ സ്വീകരിച്ച് ആരാണോ നഷ്ടം വരുത്തിയത് അവരെ കൊണ്ട് മുറിവുണക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുറിവുണങ്ങാത്തത്. അതുകൊണ്ട് എൻ്റെ മുറിവുണക്കി തരുന്നത് എൻ്റെ ദൈവമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇപ്പം തന്നെ മുറിവുണങ്ങാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഒരു സൗഖ്യം നിനക്ക് കിട്ടണമെങ്കിൽ നീ ആ മുറിവേൽപ്പിച്ചവരെയും ഒക്കെ നീ നിൻ്റെ മനസ്സിൽ നിന്ന് കളയണം, വെറുതെ വിടണം. അവരോട് തന്നെ നിനക്ക് പറയാം, നീ അല്ല എന്നെ ഇനി സുഖപ്പെടുത്തുക, എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം തരും. നീ സുഖപ്പെടുത്തിയാലോട്ട് സൗഖ്യം വരികയില്ല, ഈശോയാണ് എനിക്ക് സൗഖ്യം തരുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് മടക്കി തരും. നഷ്ടപ്പെടുത്തിയവരല്ല മടക്കി തരുന്നത്, ദൈവമാണ് മടക്കി തരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ നീ എന്ത് ചെയ്യണം? നീ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. അല്ലാതെ മുറിവേൽപ്പിച്ചവരെ കൊണ്ട് മുറിവടക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. നീ ദൈവത്തിലേക്ക് തിരിയുക. അപ്പോഴാണ് നിനക്ക് അത്ഭുതകരമായ ഈ സൗഖ്യം നിനക്ക് ലഭിക്കുന്നത്. അനേകർക്ക് സൗഖ്യം കിട്ടാത്തതിന് കാരണം അവർ മുറിവേൽപ്പിച്ചവരെ കൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരിട്ട് സൗഖ്യം തരുന്നുമില്ല. ആര് നഷ്ടപ്പെടുത്തിയോ അവർ വഴി നഷ്ടം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെ കൊണ്ടിട്ട് നഷ്ടം പരിഹരിച്ചു തരുന്നുമില്ല. നിന്റെ നഷ്ടമിട്ട് പരിഹരിക്കപ്പെടുന്നുമില്ല. എന്നാൽ നീ ദൈവത്തെ പ്രതീക്ഷിച്ച് ദൈവത്തെ വിളിച്ച് അത്ഭുതകരമായ മാറ്റം നിന്റെ ജീവിതത്തിലുണ്ടാകും. നോക്കുകയും നമ്മളിൽ പലരുടെയും തലയിൽ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ആരുടെയോ കയ്യിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മാതാക്കന്മാരുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഈ ഓർമ്മയിരിക്കുന്ന ആളുടെ തലയിൽ എനിക്ക് കിട്ടാതെ പോയ സ്നേഹമൊക്കെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിലിരിക്കുക, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടാതെ പോയ പരിഗണന അത് മറ്റു പലരുടെയും കയ്യിലിരിക്കുകയാണ്, എനിക്ക് കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നീ മറ്റുള്ളവരുടെ കയ്യിലാണ് കണ്ടുകൊണ്ടിരിക്കണത്. ഇന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കേണ്ട പലതും അതെൻ്റെ അയൽവാസിയുടെ കയ്യിലിരിക്കുക, അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുകയാണ്, അത് ബാങ്കുകാരുടെ കയ്യിലിരിക്കുകയാണ്. നീ അവരുടെ കയ്യിലൊക്കെ കാണുന്നത്. എന്നാൽ നീ ദൈവത്തിൻ്റെ കയ്യിൽ കണ്ടേ, നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കയ്യിൽ, പിതാവിൻ്റെ കയ്യിൽ നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കൈകളൊന്ന് മുകളിലേക്ക് ഉയർത്തിക്കുകയും ഒന്ന് കണ്ണുകളടച്ച് നഷ്ടപ്പെട്ടത് മുഴുവനും നീ ക്രിസ്തുവിൻ്റെ കയ്യിൽ കാണുക. നീ ഈശോയുടെ കയ്യിൽ കണ്ടാൽ നാളെ അത് നിന്റെ കയ്യിൽ അനുഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ മറ്റുള്ളവരുടെ കയ്യിൽ കണ്ടുകൊണ്ടിരുന്നാൽ അതൊരിക്കലും നിന്റെ കയ്യിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റിയല്ല. എപ്പോൾ നീ അത് ഈശോയുടെ കയ്യിൽ കണ്ടോ അപ്പോൾ നാളെ അത് നിന്റെ കയ്യിലേക്ക് വരും. സങ്കീർത്തനം 73:25, സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്ക് ആരാണുള്ളത്, ഭൂമിയിൽ അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. 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 നീ നഷ്ടപ്പെട്ടതെല്ലാം ഈശോയിൽ നിന്ന് സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പരിശീലിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആത്മീയ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോഴേ ഒരാൾ പറയുക, ഞാൻ കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് കുറേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് ഈശോ മടക്കി കൊടുത്തോളൂ എന്നാണല്ലോ പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു 2 പേര് അവർ അയൽവാസികളാണ്, സുഹൃത്തുക്കളാണ്, വലിയ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദവും സ്നേഹമൊക്കെ അവരിങ്ങനെ പങ്കുവെച്ച് മുന്നോട്ട് പോയി.
ഒരു ദിവസം അതിലൊരാളുടെ മകളുടെ കല്യാണമല്ല ഉറച്ചു കഴിഞ്ഞപ്പോൾ ആ സമയമായപ്പോൾ ആ മകൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത തുക കൊടുക്കാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞില്ല. അതായത് ഇയാൾ പറഞ്ഞു വെച്ച സാധനം കിട്ടിയില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ കല്യാണം മുടങ്ങിപ്പോകും എന്ന അവസ്ഥയായി. ഇയാൾ ആകെപ്പാടെ കിടന്ന് വിഷമിക്കാൻ തുടങ്ങി. ഇയാളുടെ പ്രയാസവും വിഷമതയെല്ലാം കണ്ടിട്ട് ആ കൂട്ടുകാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ വീടിൻ്റെ ആധാരം നീ കൊണ്ടുപോയി പണയം വെച്ചിട്ട് അതിനകത്ത് ലോണെടുത്ത് നീ ആ കല്യാണം നടത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് അത് നീ കുറേശ്ശെ അടച്ച് ആധാരം തിരിച്ചു തന്നാൽ മതി. അങ്ങനെ ആ പെൺകുട്ടിയുടെ കല്യാണം നടന്നു. കല്യാണം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾക്ക് ഒരു മാരകമായ അസുഖം പിടിപെട്ട് അതിൻ്റെ പേരിൽ കുറേ പൈസ ചികിത്സയ്ക്ക് വേണ്ടി വന്ന് അങ്ങനെ ആകെപ്പാടെ തകരാറിലായി. അയാളുടെ സാമ്പത്തിക നില തകർന്നു. അങ്ങനെ വന്നപ്പോൾ ഇയാൾക്ക് ആ ബാങ്കിൽ കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റാതെയായി. അതിങ്ങനെ മുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജപ്തി നോട്ടീസ് വന്നു. ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഇയാൾ അറിയുന്നത് മറ്റേ പുള്ളിക്കാരൻ അടച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇയാൾ കൂട്ടുകാരെ വിളിച്ചു, നീ എന്ത് പണിയാ, നീ എന്താ അടയ്ക്കാത്തത്? അപ്പോൾ അയാളത് അതിനൊക്കെ ഗതികെട്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഇയാൾ സങ്കടപ്പെട്ട് ഇവിടെ ധ്യാനിക്കാൻ വന്നു. അപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശം പുള്ളിക്കാരൻ കിട്ടുന്നത്, ഈശോ എല്ലാം മടക്കി തരും എന്ന കാര്യം. ഹല്ലേലൂയ. ഈ പുള്ളിക്കാരൻ എൻ്റെ അടുക്കൽ സംസാരിക്കാൻ വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എന്തോരു വലിയ അവതാരി വെച്ചാൽ ചെയ്തു കൊടുത്തത്, എന്നിട്ട് അയാളതിന് നന്ദി കാണിച്ചില്ലല്ലോ, അയാളത് അടച്ചില്ലല്ലോ. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, ഈ അടയ്ക്കാനായിട്ട് അയാളുടെ കയ്യിൽ പൈസ ഉണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല അച്ഛാ. ചോദിച്ചു, പിന്നെ എങ്ങനെ അടയ്ക്കും? അല്ല, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എൻ്റെ ഭൂമിയും സ്ഥലവും ഞാൻ എന്ത് പറയണ്ടേ എൻ്റെ വീട്ടിലുള്ളവരോട്. അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഇത് നീ കർത്താവിൻ്റെ കയ്യിലേക്ക് വയ്ക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് മടക്കി തരുന്നത് ഈശോയാണെന്ന് വിശ്വസിക്കുക. നിനക്ക് മടക്കി തരാനുള്ളത് മുഴുവനും അയാളുടെ കയ്യിലല്ല, യേശുവിൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന് വിശ്വാസത്തിന് കണ്ണുകൊണ്ട് നീ കാണുക. എന്നിട്ട് ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മുഴുവനും ഞാൻ ഈശോയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പുള്ളി ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ പുള്ളിക്ക് ഉറക്കം കിട്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റേ പുള്ളി കടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് മാനസിക വിഷമത, ഒരേ സമയത്ത് കൂട്ടുകാരനോട് വെറുപ്പ്, ദേഷ്യം, പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് വീട്ടിൽ മക്കളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം, അതിൻ്റെ ഭയം, ഇങ്ങനെ പുള്ളി വല്ലാത്തൊരവസ്ഥയായിരുന്നു. അന്ന് രാത്രി പുള്ളി സുഖമായി ഉറങ്ങി. അടുത്ത ദിവസമായപ്പോൾ പുള്ളിക്ക് ഒന്നും കൂടെ വിശ്വാസമായി, ഞാൻ എൻ്റെ കർത്താവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അവിടുന്ന് വേണ്ടതുപോലെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പുള്ളി നന്ദിയും സ്തുതിയും പറഞ്ഞ് വളരെ സമാധാനത്തോടെ പുള്ളിക്കാരൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏത് കുട്ടിയുടെ കല്യാണത്തിനാണോ പുള്ളി പൈസ കൊടുത്തത്, ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇയാളുടെ വീട്ടിൽ വന്ന് ഇയാളോട് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ ചെയ്ത കാര്യം എനിക്കറിയാം, അതുകൊണ്ട് അതിൻ്റെ പേരിൽ ചേട്ടൻ സങ്കടപ്പെടരുത്. ഞാൻ 6 ദിവസത്തിനുള്ളിൽ ആധാരം എടുത്ത് തന്നിരിക്കുന്നു പറഞ്ഞു. ഹല്ലേലൂയ. 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 അങ്ങനെ പുള്ളിക്കാരൻ ആധാരമൊക്കെ തിരിച്ചു കിട്ടി. ഒന്ന് കൈയടിച്ചേ.
ഇത്തരം ആത്മീയ അനുഭവങ്ങൾ അനേകം വിശ്വാസികൾക്ക് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ആരാണോ നമുക്ക് നഷ്ടപ്പെടുത്തിയത് അവർക്കൊന്നും മടക്കി തരാൻ പറ്റുകയില്ല. ആരാണോ നമ്മളെ മുറിവേൽപ്പിച്ചത് അവർക്കൊന്നും നമ്മളെ സുഖപ്പെടുത്താൻ പറ്റുകയില്ല. നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. നീ ഈശ്വര അടുക്കലേക്ക് വന്നേ, കർത്താവിന് നിന്നെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില